ഹലോ എവരി വൺ. UPSC പ്രിലിംസിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ള ഭാഗമാണ് മൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ 2026 പ്രിലിംസിന് മുമ്പായിട്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് മൗണ്ടൻസിനെ പറ്റി ബേസിക് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാം, ഓടിച്ച് നോക്കാം ഈ ഒരു ക്ലാസ്സിലൂടെ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി മേജർ മൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ വി നോ ദാറ്റ് മേജർ മൗണ്ടൻസ് ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്? ദി നതേൺ ബൗണ്ടറി വാൾ എന്ന് പറയുന്നത് ഹിമാലയാസ് തന്നെയാണ്. ഹിമാലയാസ് ഉണ്ട്. വി ഹാവ് ദി മൗണ്ടൻ റേഞ്ചസ് ലൈക്ക് ദി ആരാവലീസ് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ മറ്റൊരു സിഗ്നിഫിക്കന്റ് റേഞ്ചസ് എവിടെയാണ്? വി ഹാവ് ദി വിന്ധ്യാസ് ആൻഡ് സത്പുരാസ്. വിന്ധ്യ എവിടെയുണ്ട്? സത്പുര എവിടെയുണ്ട്? വിന്ധ്യാസ് ആൻഡ് സത്പുരാസ് നോക്കണം. ആൻഡ് ഓൾസോ നമുക്ക് സതേൺ പാർട്ടിലേക്ക് വന്നാൽ വി ഹാവ് ദി വെസ്റ്റേൺ ഗട്ട്സ്. മൗണ്ടൻ റേഞ്ച് നമ്മൾ പറയാറില്ല, എന്നാലും വെസ്റ്റേൺ ഗട്ട്സിനോട് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈസ്റ്റേൺ ഗട്ട്സിനോട് നോക്കാം. സിമിലർലി വി വിൽ ഗോ ത്രൂ ദി നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, സോ ഹിമാലയാസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക്കലി നമുക്കറിയാം ഹിമാലയാസ് ഇസ് എ സീരീസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ് അല്ലേ. ഈ സീരീസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ് പൊതുവെ we know that they are formed due to the collision of Indian plate, Eurasian plate. Indian plate, Eurasian plate അടിയിലേക്ക് പോയി അങ്ങനെ കൺവെർജൻസ് വഴി ഉണ്ടായ ഫോൾഡ് മൗണ്ടൻസ് ആണ് ഹിമാലയാസ് നമുക്കറിയാം. ആൻഡ് വി കോൾ ദം ആസ് ദി യങ് ഫോൾഡ് മൗണ്ടൻസ് അല്ലെ. യങ് ഫോൾഡ് മൗണ്ടൻസ് ആണ്. യങ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 50 മില്യൺ ഇയേഴ്സ് മാത്രം ഓൾഡ് ആയിട്ടുള്ള മൗണ്ടൻസ് ആണ്. ഈ യങ് ഫോൾഡ് മൗണ്ടൻസ് ആയ ഹിമാലയസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി കോൾ ദം ടു ബി അസിമെട്രിക് ഫോൾഡ്. അസിമെട്രിക് ഫോൾഡ് എന്നാണ് വിളിക്കുക. അസിമെട്രിക് ഫോൾഡ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇതിന്റെ നോർത്തേൺ പാർട്ടിലെ സ്ലോപ്സ് ആർ is gentler than the southern slopes. Southern slopes of Himalayas are steeper than northern slopes. അപ്പോൾ ലൈക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇത് സൗത്ത്, ഇത് നോർത്ത് എന്ന രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ അസിമെട്രിക്കൽ ഫോൾഡ് എന്ന് വിളിക്കും. ഇനി ഹിമാലയസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മേജർലി വി ക്ലാസിഫൈ ഹിമാലയാസ് ഇൻടു 3. ഓക്കെ, 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ദെൻ ഏറ്റവും നോർത്തിലായിട്ട് നമ്മൾ അതിനെ ലൈക്ക് വി കോൾ ദം ആസ് ദി ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയാസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? കാരക്കോറം റേഞ്ചസ്, ലഡാക്ക് റേഞ്ചസ്, സസ്കർ റേഞ്ചസ്. അതിന് താഴെയായിട്ട് നമുക്ക് ഗ്രേറ്റർ ഹിമാലയാസ് ഉണ്ട്. ഗ്രേറ്റർ ഹിമാലയാസ് വിച്ച് വി കോൾ ആസ് ദി ഹിമാദ്രി. ദെൻ അതിന് താഴെയായിട്ട് നമുക്ക് ലെസ്സർ ഹിമാലയാസ് ഉണ്ട്. ലെസ്സർ ഹിമാലയാസ് നമ്മൾ വിളിക്കും വി കോൾഡ് ആസ് ദി ഹിമാചൽ. ആൻഡ് ഏറ്റവും താഴെയായിട്ട് നമുക്ക് എന്തുണ്ട്? ഷിവാലിക്സ് ഉണ്ട്. ഷിവാലിക്സ് ആർ ഓൾസോ നോൺ ആസ് ദി ഔട്ടർ ഹിമാലയാസ്. സോ ബേസിക്കലി ഈ മൗണ്ടൻ റേഞ്ചസ് എല്ലാം തന്നെ ഒരുമിച്ച് ഒരേ സമയം ഉണ്ടായതല്ല. ഏറ്റവും ആദ്യം ഉണ്ടായതാണ് ട്രാൻസ് ഹിമാലയാസ് ആണ്. അതിനുശേഷമാണ് ഗ്രേറ്റർ ഹിമാലയാസ് ഫോം ചെയ്തത്. അതിനുശേഷമാണ് ലെസർ ഹിമാലയാസ് ഫോം ചെയ്തത്. അതിനുശേഷമാണ് ഷിവാലിക്സ് ഫോം ചെയ്തത്. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ പീക്സ് നമുക്ക് കാണാൻ പറ്റുക ഗ്രേറ്റർ ഹിമാലയാസിലാണ്. അതിലും കുറച്ച് കുറവ് ട്രാൻസ് ഹിമാലയാസിലാണ്. അതിലും കുറവ് ഹിമാചലിലാണ്. ഏറ്റവും കുറവാണ് ഷിവാലിക്സ്. അപ്പോൾ ഷിവാലിക്സ് 600 മുതൽ 1500 മീറ്റർ വരെ മാത്രം ഉയരമുള്ളൂ. ദാറ്റ് മീൻസ് ഹിമാലിക്സ് ഈസ് ആക്ടിങ് ആസ് എ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദി ഹിമാലയൻ റേഞ്ചസ് ആൻഡ് ദി നോർത്തേൺ പ്ലെയിൻസ്. അപ്പോൾ ഈ ഹിമാലയാസിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഗ്രേറ്റർ ഹിമാലയാസ് ഞാൻ ഒരു സോളിഡ് ലൈൻ ആയിട്ടാണ് വരച്ചത്. ബിക്കോസ് ഗ്രേറ്റർ ഹിമാലയാസ് ആർ കണ്ടിന്യൂസ്. ലെസർ ഹിമാലയാസ് ആർ നോൺ കണ്ടിന്യൂസ് ഇൻ നേച്ചർ. നോൺ കണ്ടിന്യൂസ് എന്ന് പറയാൻ കാരണം ലെസർ ഹിമാലയാസിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ് ഗ്രേറ്റർ ഹിമാലയസ് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ഒക്കെ ഒഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെസർ ഹിമാലയാസ് നോൺ കണ്ടിന്യൂസ് ആണ്. ദേ ആർ മേഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് റേഞ്ചസ് സച്ച് ആസ് പിർപ്പാഞ്ചൽ, ദൗലദർ, മുസോറി, ഹുമയൂൺ എക്സെട്ര. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു റേഞ്ചസ് വഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഹിമാലയാസിന്റെ ബേസിക്കലി ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ദാറ്റ് ഇസ് ദി ഈസ്റ്റേൺ സൈഡ് ദാറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് സൗത്ത് വേർഡ്സ് വിച്ച് വി കോൾ ആസ് പൂർവാഞ്ചൽ. പൂർവാഞ്ചൽ ഹിൽസ് എന്ന് പറയുന്ന ഒരു സൗത്ത് വേർഡ് എക്സ്റ്റൻഷൻ കൂടി ഹിമാലയാസിനുണ്ട്. ഞാൻ ഹിമാലയാസിനെ പറ്റി അധികം നേരം സംസാരിച്ച് കളയാത്തത് ഈ ബേസിക്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രിലിംസ് ബേസിക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നമുക്ക് ഹിമാലയാസ് അല്ലാത്ത ഹിൽസിനെ പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യാം. വി വിൽ സ്റ്റാർട്ട് വിത്ത് ദി ആരാവലീസ്. ആരാവലീസ് എന്നൊരു ചോദ്യം ഈ കൊല്ലം പ്രതീക്ഷിക്കാം. കാരണം ആരാവലീസ് കാര്യമായി 2025 ന്യൂസിലുണ്ടായതാണ് റിഗാർഡിംഗ് ദി ഡെഫിനിഷൻ ഓഫ് ആരാവലീസ്. ആരാവലീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ഏതൊക്കെ റീജിയൻ ആണെന്നുള്ള കാര്യമായി ബന്ധപ്പെട്ട് ന്യൂസിലുണ്ടായിരുന്നു. ആരാവലീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഫോൾഡ് മൗണ്ടൻസ് ആണ്. ചില റോക്സ് ഓഫ് ആരാവലീസ് ആർ ആസ് ഓൾഡ് ആസ് 2 ബില്യൺ ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ഏൻഷ്യന്റ് ഫോൾഡ് മൗണ്ടൻസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഹാവ് അണ്ടർഗോൺ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് ഇറോഷൻ. അതുകൊണ്ട് ഹൈലി ഇറോഡഡ് ആണ്. പണ്ടത്തെ ആരാവലീസിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇന്ന് പ്രസന്റ് ആയിട്ടുള്ളൂ. ഓർ ആരാവലീസ് ക്യാൻ ബി ഓൾസോ കൺസിഡർഡ് ടു ബി എൻ എക്സാമ്പിൾ ഓഫ് റെസിഡ്യുവൽ മൗണ്ടെയ്ൻസ്. ആരാവലീസിൽ വി ക്യാൻ സീ നീസ്, ഷിസ്റ്റ്, ക്വാർട്സൈറ്റ് പോലുള്ള സാധനങ്ങൾ, മാർബിൾ ഫോർമേഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൃത്യമായ ആരാവലീസിൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. യു നോ ദാറ്റ് ഇറ്റ്സ് എക്സ്റ്റെൻഡിങ് ഫ്രം സൗത്ത് വെസ്റ്റ് ടു ദി നോർത്ത് ഈസ്റ്റ് എന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡിങ് ഫ്രം ഗുജറാത്ത് ടു ഡൽഹി. ഗുജറാത്ത് മുതൽ ഡൽഹി വരെ റൺ ചെയ്യുന്നതാണ് ആരാവലീസ്. അപ്പോൾ ഗുജറാത്ത് മുതൽ ഡൽഹി വരെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി റണ്ണിങ് ത്രൂ സ്റ്റേറ്റ്സ് ഓഫ് ഗുജറാത്ത്, മേജർലി ഇൻ രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി. ഈ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് എന്ത് ആരാവലീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി.
പറഞ്ഞല്ലോ ഫോൾഡ് മൗണ്ടൻസ് ആണ് പൊതുവെ ഉയരം വേണ്ടതാണ്. പക്ഷെ ഇത്രയും നാളത്തെ ഇറോഷൻ കാരണം ഏകദേശം 600 മീറ്റേഴ്സ് മാത്രമേ ആവറേജ് എലിവേഷൻ ഉള്ളൂ. ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് ഗുരുശിഖറാണ്. ആരവലീസ് ആക്ട് ആസ് എ വാട്ടർ ഡിവൈഡ് ആൻഡ് ക്ലൈമറ്റ് ഡിവൈഡ്. വാട്ടർ ഡിവൈഡ് ആൻഡ് ക്ലൈമറ്റ് ഡിവൈഡ് എന്ന് പറയാൻ കാരണം നമുക്ക് ആരവലീസിന് അറിയാം, ആരവലീസിന്റെ വെസ്റ്റേൺ ഭാഗത്ത് എന്തുണ്ട്, താർ ഡെസേർട്ട് ഉണ്ട്, ഈസ്റ്റേൺ ഭാഗത്ത് നോർത്തേൺ പ്ലെയിൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്ലാറ്റ്യൂ റീജൻസും ഉണ്ട്. സോ താർ ഡെസേർട്ടിനെയും ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് ക്ലൈമറ്റായി ഡിവൈഡ് ചെയ്യുന്ന ക്ലൈമറ്റിക് ഡിവൈഡാണ് ആരവലീസ്. അതൊന്ന്. വാട്ടർ ഡിവൈഡ് എന്ന് പറയാൻ വി ഹാവ് സെവറൽ റിവേഴ്സ് ഫ്ലോയിങ് ടു ദ ഈസ്റ്റ് ആൻഡ് ഫ്യൂ റിവേഴ്സ് ഫ്ലോയിങ് ടു ദ വെസ്റ്റ്. അപ്പോൾ വാട്ടർ ഡിവൈഡ് ആയിട്ട് നമുക്ക് ആരെ പറയാൻ പറ്റും, ആരവലീസിനെ പറയാൻ പറ്റും. ആരവലീസ് ഒഴുകുന്ന റിവേഴ്സ് നോക്ക്, വെസ്റ്റിലേക്ക് ഒഴുകുന്ന റിവേഴ്സ് ലൂണി, ദ സോൾട്ട് റിവർ, സാഖി, സബർമതി റിവർ എക്സെട്ര ഗുജറാത്തിലേക്ക് പോകുന്നു. ഈസ്റ്റിലേക്ക് പോകുന്ന മേജർ റിവേഴ്സ് നോക്കൂ, ബനാസ് ആൻഡ് ബറാജ്. ആരവലിയെ സംബന്ധിച്ചോളം നിങ്ങൾ ഓർക്കുന്ന മറ്റൊരു പോയിന്റ് എക്കണോമിക് പൊട്ടൻഷ്യൽ ആണ്. ആരവലി ഈസ് നോൺ ഫോർ നോൺ ഫെറസ് മെറ്റാലിക് ഡെപ്പോസിറ്റ്സ്. നോൺ ഫെറസ് മെറ്റാലിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ മേജറിൽ എന്തൊക്കെ, കോപ്പർ, സിങ്ക്, ലെഡ്. സിങ്ക് ലെഡിലൊക്കെ ഇന്ത്യയിലത്തെ മേജർ പ്രൊഡ്യൂസർ ആരാ, രാജസ്ഥാനാണ്. കാരണം ആരവലീസ് ആണ് അതിന്റെ മേജർ സോഴ്സ്. കോപ്പർ, ലെഡ്, സിങ്കിനൊക്കെ മേജർ സോഴ്സ് ആണ്. ആൻഡ് ഓൾസോ യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദി ന്യൂ രാജസ്ഥാൻ മാർബിൾ. ഒരു സുമോ ഗുസ്തിക്കാരൻ ഇങ്ങനെ നിന്നുകൊണ്ട് പരസ്യം ചെയ്യുന്ന ന്യൂ രാജസ്ഥാൻ മാർബിൾ പരസ്യം ഉണ്ടാവുമല്ലോ. സോ ബേസിക്കലി ഇറ്റ്സ് ഓൾസോ നോൺ ഫോർ ഫേമസ് ഫോർ മാർബിൾ ഡെപ്പോസിറ്റ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ആരവലീസ് കഴിഞ്ഞാൽ വി ഗോ ഫോർ വിന്ധ്യാസ്. വിന്ധ്യാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ സിഗ്നിഫിക്കൻ്റ് ആയ ബ്ലോക്ക് മൗണ്ടെയിൻസ് ആണ്. ഓൾമോസ്റ്റ് നമ്മുടെ സെൻട്രൽ ഇന്ത്യ ഭാഗത്തായിട്ട് കിടക്കുന്നതാണ്. ശരിക്കും നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിവിഷൻ ഇല്ലെങ്കിൽ കൂടി ആ നോർത്ത് സൗത്ത് ഡിവിഷൻ കൊണ്ടുവരുന്ന ആളാണ് വിന്ധ്യൻ റേഞ്ചസ്. ഏകദേശം 1200 കിലോമീറ്റർ ആണ് ലെങ്ത്. നമ്മൾ ആ മാപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇത്രയും ഭാഗം ഓൾമോസ്റ്റ് ഇവിടുന്ന് തുടങ്ങി മധ്യപ്രദേശ് വഴി കിടന്നത് ഇങ്ങനെ കിടക്കുന്നതാണ് നമ്മുടെ വിന്ധ്യൻ റേഞ്ച്. ഈ കൈമൂർ റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, കൈമൂർ റേഞ്ച്. ഈ കൈമൂർ റേഞ്ച് ഒക്കെ ബേസിക്കലി എന്താണ്, വിന്ധ്യൻ റേഞ്ചിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഓക്കെ, സോ ആ ഭാഗം അത്ര എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എന്ത്, ദ വിന്ധ്യൻ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ് കൂടെ പോകുന്നുണ്ട്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഇത്രയും സ്റ്റേറ്റ് കൂടെ കടന്നു പോകുന്നുണ്ട്. ഹൈറ്റ് കുറവാണ്, 30 to 650 മീറ്ററേ ഉള്ളൂ. ചമ്പൽ, ബത്വ, കെൻ, നമ്മുടെ യമുന ട്രിബ്യൂട്ടറീസ് ആയ ബത്വ, കെൻ, അത് ആ റിവേഴ്സ് ആണ് അവിടുത്തെ മേജറിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്. നോൺ ഫോർ ഡയമണ്ട്. നിങ്ങൾക്ക് അറിയാലോ ഇന്ത്യയിലെ ഡയമണ്ട് റിസർവ് വരുന്നത് മധ്യപ്രദേശിലെ പന്ന എന്ന് പറയുന്ന ഡയമണ്ട് മൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡയമണ്ട് ലൈം സ്റ്റോൺ ആണ് നമ്മുടെ ഇവിടുത്തെ മേജർ മിനറൽ. ഓക്കെ, വിന്ധ്യാസ് കഴിഞ്ഞാൽ വിന്ധ്യാസിനൊപ്പം തന്നെ പഠിക്കുന്നത് സത്പുര, സാത്പുര. സാത് മീൻസ് 7 ഫോൾസ് അല്ലെങ്കിൽ 7 മൗണ്ടെയിൻസ് ആണ് സത്പുരയിൽ വരുന്നത്. സോ സത്പുര നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ഫോം ഡ്യൂ ടു ദി ടെക്ടോണിക് അപ്ലിഫ്റ്റ് ആൻഡ് ഫോൾട്ടിങ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം, ഫോൾഡ് മൗണ്ടെയിൻസിൽ പെടുത്താം. 900 കിലോമീറ്റർ ആണ് ലെങ്ത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ധൂപ്ഗർ ഇൻ പച്ച്മാർഹി ഈസ് ദി ഹൈയസ്റ്റ് പീക്ക്. സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ വിന്ധ്യ സത്പുര നോക്കുകയാണെങ്കിൽ വിന്ധ്യേക്കാൾ ഉയരം കൂടുതലാണ് പൊതുവെ സത്പുരയ്ക്ക്. വിന്ധ്യയുടെയും സത്പുരയുടെയും നമുക്കറിയാം ഇറ്റ് ഈസ് ഡ്യൂ ടു ത്രൂ ദിസ് റിഫ്റ്റ് വാലി വി ഹാവ് ദി ഫ്ലോ ഓഫ് ദ റിവർ നർമ്മദ. നർമ്മദ റിവറിന്റെ വാലി കിടക്കുന്നത് വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലാണ് നമുക്കറിയായിരിക്കും. അതേപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലേക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ എൻ്റർ ചെയ്യുന്നത്, ഓക്കെ, സെൻട്രൽ ഇന്ത്യയിലേക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ എൻ്റർ ചെയ്യുന്നത് ബേസിക്കലി ഏത് ഭാഗത്തിൽ കൂടിയാണ്, ഇറ്റ്സ് ബിറ്റ്വീൻ വിന്ധ്യ ആൻഡ് സത്പുര. ഓക്കെ, വിന്ധ്യ സത്പുര വഴിയാണ് ഒരു ബ്രാഞ്ച് കടക്കുന്നത്. ഓക്കെ, അപ്പോൾ വിന്ധ്യ, സത്പുര, 2 ബ്ലോക്ക് മൗണ്ടെയിൻസ് ഇൻ ഇന്ത്യ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക, സിഗ്നിഫിക്കൻറ്റ് പോയിന്റ്സ്. ഇനി വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്. നമുക്കറിയാം ഡെക്കാൻ പ്ലാന്റ് 2 ഭാഗത്തായിട്ട് കയറുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും. വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, ദേ ആർ റഫ്ലി മേക്കിംഗ് എ ട്രയാങ്കിൾ. ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ ഷേപ്പിലാണ് ശരിക്കും ചെയ്യുന്നത് വെസ്റ്റേൺ ഗട്ട്സ് കിടക്കുന്നതും ഈസ്റ്റേൺ ഗട്ട്സ് കിടക്കുന്നതും ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ ഷേപ്പിൽ. ഓക്കെ, കൃത്യമായി പറയുകയാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദേ ആർ എക്സ്റ്റെൻഡിങ് ഫ്രം റിവർ താപ്പി. താപ്പി എന്ന റിവർ ഉണ്ടല്ലോ, താപ്പി തൊട്ട് ഇവിടെ തമിഴ്നാട് വരെ. ഈസ്റ്റേൺ ഗട്ട്സ് നമുക്ക് പറയാൻ പറ്റും റിവർ ബാമിനി, ഒഡീഷയിലെ ബാമിനി തൊട്ട് തമിഴ്നാട് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു പറയാം. ഈ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഇവിടെയാണ് നമ്മൾ എന്ത് കിടക്കുന്നത്, നീൽഗിരീസ് കിടക്കുന്നത്. നീൽഗിരീസ് നമുക്ക് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ഓവർ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ആസ് എ ടോൾഡ് യു താപ്പി ടു തമിഴ്നാടു ആണ്. ഇറ്റ്സ് റണ്ണിങ് അക്രോസ് ഗുജറാത്ത് ടു കേരള. ഗുജറാത്ത് ടു കേരള എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗോവയുണ്ട്, കർണാടകയുണ്ട്, കേരളയുണ്ട്, തമിഴ്നാടും ഉണ്ട്. പ്രീവിയസ്ലി UP സ്റ്റേറ്റ്മെന്റ് ആണ് വെസ്റ്റേൺ ഗട്ട്സ് റൺ ത്രൂ 5 സ്റ്റേറ്റ്സ് ഓൺലി, അല്ല 6 സ്റ്റേറ്റ്സ് ഉണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ സെൻട്രൽ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് ഇസ് ബ്രോഡർ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഓഷ്യനിക്ക് അടുത്താണ് സെൻട്രൽ പാർട്ട് കമ്പയർഡ് ടു അതർ സൈഡ്. ആവറേജ് ഹൈറ്റ് 900 to 1500 meters and they are continuous and unbroken. ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ഈസ്റ്റേൺ ഗട്ട്സുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്. ഈസ്റ്റേൺ ഗട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ബാമിനി ടു തമിഴ്നാടു ആണെന്ന്, എക്സ്റ്റെൻഡിങ് അക്രോസ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന,
കർണാടക ആൻഡ് തമിഴ്നാടു 5 സ്റ്റേറ്റ് ആണ് ഈസ്റ്റേൺ ഗട്ട്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ആർ കണ്ടിന്യൂസ് ഇൻ നേച്ചർ, ഈസ്റ്റേൺ ഗട്ട്സ് ആർ ലെസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. കാരണം എന്താ, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന റിവേഴ്സ് എല്ലാം ഒഴുകി ചെന്ന് ഇറോഡ് ചെയ്തിട്ട് ഈസ്റ്റേൺ ഗട്ട്സിനെയും ഇറോഡ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ, ബേ ഓഫ് ബംഗാളിലേക്ക് പോകാൻ. അപ്പൊ ലെസ് കണ്ടിന്യൂസ് ആണ്. ഇറോഷൻ ഉള്ളത് കൊണ്ട് തന്നെ വെസ്റ്റേൺ ഗട്ട്സിന്റെ പീക്സിന് ഉയരം കൂടുതലാണ്, ഈസ്റ്റേൺ ഗട്ട്സിന്റെ പീക്കിന് ഉയരം കുറവാണ് ഡ്യൂ ടു ദ ഇറോഷൻ. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇറോഷന്റെ കേസിലും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇറോഷനും എലവേഷനും ഹൈറ്റും അതേപോലെ കണ്ടിന്യൂസ് നേച്ചറിലും വ്യത്യാസമുണ്ട്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം പറയാനുള്ളത്, വെസ്റ്റേൺ ഗട്ട്സ് നമുക്കറിയാം ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്ന ആനമുടിയാണ്, കേരളത്തിൽ ആനമുടി. വെസ്റ്റേൺ ഗട്ട്സിലെ ഹൈറ്റ് ഓഫ് ദി പീക്സ് ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. സൗത്തിലേക്ക് വരുന്നതോറും പീക്സിന്റെ ഹൈറ്റ് കൂടും. അപ്പോൾ സൗത്തിലായിരിക്കും ഏറ്റവും ഉയരം കൂടിയ പീക്ക്. ഈസ്റ്റേൺ ഗട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഡിക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഏറ്റവും ഉയരം കൂടിയ പീക്ക് പൊതുവെ നോർത്തിലാണ്, ആർമകൊണ്ട എന്ന് പറയും. ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ് വി ഹാവ് ലോട്ട് ഓഫ് റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ടുവേർഡ്സ് വെസ്റ്റ് ആസ് വെൽ ആസ് ഈസ്റ്റ്. ഈസ്റ്റേൺ ഗട്ട്സ് ഒറിജിനേറ്റ് റിവേഴ്സ് വളരെ വളരെ കുറവാണ്. അപ്പോൾ ഡിഫറൻസ് ഓർത്ത് വെച്ചേക്കാം. കമ്പയർഡ് ടു ഈസ്റ്റേൺ ഗട്ട്സ്, വെസ്റ്റേൺ ഗട്ട്സ് ആർ ഹാവിംഗ് ലോട്ട് ഓഫ് ക്ലൈമാറ്റിക് ഇൻഫ്ലുവൻസ് പറയാൻ കാരണം നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഓറോഗ്രാഫിക് റെയിൻഫാളിന് കാരണമാകുന്നു വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സ് ഈസ് ആക്ടിംഗ് ആസ് എ ക്ലൈമറ്റ് ഡിവൈഡ്. അറിയാലോ, കേരള ഈസ് ഓൺ ദി വിൻവേർഡ് സൈഡ് അല്ലേ, അപ്പൊ ഈ സൈഡിൽ മഴ കിട്ടും. തമിഴ്നാട് ഈസ് ഓൺ ദി ലീവേർഡ് സൈഡ്, അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഡ്രയർ കണ്ടീഷൻ ആയിരിക്കും. ഈസ്റ്റേൺ ഗട്ട്സിന് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്, അധികം ഉയരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈസ്റ്റേൺ ഗട്ട്സിന് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ആൻഡ് വി നോ ദാറ്റ് വെസ്റ്റേൺ ഗട്ട്സ് ഈസ് എ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്. അത് മാത്രമല്ല ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ് വെസ്റ്റേൺ ഗട്ട്സ്. ജോഗ്രഫിക്കൽ ഡിഫറൻസ് ഞാൻ പറഞ്ഞ കണ്ടിന്യൂസ് നോൺ കണ്ടിന്യൂസ്, ഹൈറ്റിൽ വരുന്ന വ്യത്യാസം, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സിമിലർലി ഇഫ് യു ഗോ ടു ദി സതേൺ പാർട്ട് ഓഫ് ഹിൽസ്, വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഡിവിഷൻ അല്ലാതെ ഹിൽസിന്റെ നോർത്ത് സൗത്ത് അറേഞ്ച്മെന്റ് നോക്കി വെക്കാൻ നല്ലതാണ്. ഓക്കെ, നമ്മൾ വെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ യു ക്യാൻ സി ആനമലൈ ഹിൽസ്, കാർഡമം ഹിൽസ്, ആനമുടി ഹിൽസ്. ഇതിന്റെ ഈ നോർത്ത് സൗത്ത് അറേഞ്ച്മെന്റ് എസ്പെഷ്യലി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഈസ്റ്റേൺ ഗട്ട്സിന്റെ അവിടെയാണ് ഒരുപാട് ഹിൽസ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല മല ഏറ്റവും നോർത്തില്, ഏറം മല അതിന്റെ വെസ്റ്റിലായിട്ട്, വേലിക്കൊണ്ട ഏറമലയ്ക്ക് നേരായിട്ട് തന്നെ, താഴെയായിട്ട് ശേഷാചലം, പാൽക്കൊണ്ട, ജാവടി, ഷെവറോയ്. ഏറ്റവും താഴെയാണ്, അതിനും താഴെയാണ് പളനി ഹിൽസ്. ഇവരുടെ അറേഞ്ച്മെന്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? നല്ലമല, ഏറമല, ശേഷാചലം, പാൽക്കൊണ്ട, വേലിക്കൊണ്ട, ജാവടി, ഷെവറോയ്. ഈ ഹിൽസിനെ എങ്ങനെയാണ് നോർത്ത് സൗത്ത് അറേഞ്ച് ചെയ്യുന്നുള്ള കാര്യവും ഒന്ന് നോക്കി വയ്ക്കുക. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ഈ നോർത്ത് ഈസ്റ്റിലെ ഹിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ, നോർത്ത് ഈസ്റ്റിൽ നമുക്ക് മേജർലി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഗാരോ കാസി ജയന്തിയ ഹിൽസ് ആയിരിക്കും, വിച്ച് ഇസ് ലൈയിങ് ഓവർ മേഘാലയ. ദിസ് ഗാരോ കാസി ജയന്തിയ ഹിൽസ് ലൈയിങ് ഓവർ മേഘാലയ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മേഘാലയ പ്ലാറ്റ്യൂ. നമുക്ക് കൂടുതൽ മഴ തരുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം പോലുള്ള റീജൻസ് എവിടെയാണ്? ഇതിന്റെ ഫുഡ് ഹിൽസിലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദാഫ്ല, മിറി, അബോർ, മിഷ്മി. ഓക്കെ, ദാഫ്ല, മിറി, അബോർ, മിഷ്മി ഹിൽസ്. ദാഫ്ല, മിറി, അബോർ, മിഷ്മി ഹിൽസ് ദേ ആർ പാർട്ട് ഓഫ് അരുണാചൽ ഹിമാലയാസ്. അരുണാചൽ ഹിമാലയാസിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഹിമാലയാസിൽ പോയി. ആൻഡ് വി നോ ദാറ്റ് ഹിമാലയാസിന്റെ സൗത്ത് വേർഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന പൂർവാഞ്ചൽ ഹിൽസ് ഉണ്ട്. ദിസ് പൂർവാഞ്ചൽ ഹിൽസ് യു ക്യാൻ സി എക്സ്റ്റെൻഡിങ് ഫ്രം പത്കായ് ബൂം, നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, ലൂഷായ് ഹിൽസ്. പത്കായ് ബൂം, നാഗ, മണിപ്പൂർ, ലൂഷായ്. ദീസ് ആർ ദി നോർത്ത് സൗത്ത് അറേഞ്ച്മെന്റ് ഓഫ് നമ്മുടെ പൂർവാഞ്ചൽ ഹിൽസ്. അപ്പൊ ഇത്രയും ഹിൽസും ഇതൊക്കെ മേജർലി ഫോൾഡ് ആണ്, ബ്ലോക്ക് ആയിട്ട് നമ്മുടെ വിന്ധ്യ സത്പുര മാത്രമേ ഉള്ളൂ. അതിന്റെ അറേഞ്ച്മെന്റും ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ബേസിക് പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ഓൾ ദി ബെസ്റ്റ്.